നമസ്കാരം. 2010 ഒരു പരിപാടിയിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തിയതിനെ ചൊല്ലി എഴുത്തുകാരി അരുന്ധതി റോയിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം. ന്യൂഡൽഹിയിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അരുന്ധതി റോയിക്കും കാശ്മീർ മുൻ കേന്ദ്ര സർവകലാശാല പ്രൊഫസർ ഷൗക്കത്ത് ഹുസൈനുമെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2010 ഒക്ടോബർ 28 കാശ്മീരിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകനായ സുശീൽ പണ്ഡിറ്റ് നൽകിയ പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 14 വർഷം മുമ്പുള്ള പ്രസംഗത്തിന്റെ പേരിൽ അരുന്ധതി റോയിക്കെതിരെ UPA ചുമത്താനുള്ള നടപടി CPM അപലപിച്ചു. 14 വർഷത്തിന് മുമ്പുള്ള പ്രസംഗത്തിന്റെ പേരിൽ അരുന്ധതി റോയിക്കെതിരെ UAPA ചുമത്താനുള്ള നടപടി CPM അപലപിച്ചു. ഫാസിസ്റ്റുകൾ ഒഴികെ മറ്റാർക്കും മനസ്സിലാവാത്ത യുക്തിയാണ് ഇവിടെ പ്രകടമായി കാണുന്നത്. കോടതികൾ അവധിയായ ഘട്ടത്തിലെ ഈ നീക്കം ദുരൂഹമാണെന്നും CPM ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ റോയിയോ ഹുസൈനോ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 153A പ്രകാരം മതം, വംശം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കിടയിൽ ശത്രുത വളർത്തുന്നത് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് CRPCയുടെ 196 വകുപ്പ് പ്രകാരമുള്ള അവരുടെ പ്രോസിക്യൂഷനും LG അനുവദിച്ചിരുന്നു. 2010 ഒക്ടോബർ 21 രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള കമ്മിറ്റി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയ വിവിധ വ്യക്തികൾക്കെതിരെ കാശ്മീരിലെ സാമൂഹിക പ്രവർത്തകനായ സുശീൽ പണ്ഡിറ്റ് തിലക് മാർഗിലെ SHOയ്ക്ക് പരാതി നൽകിയതായിരുന്നു കേസ്. ഓഡിറ്റോറിയം കോപ്പർനിക്കസ് മാർഗ് ആസാദി ദ ഓൺലി വേ എന്ന തലക്കെട്ടിൽ നടന്ന സമ്മേളനം കാശ്മീരിലെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രകോപനപരവും പൊതുസമാധാനത്തിനും സുരക്ഷയ്ക്കും ഹാനികരമായേക്കാവുന്ന പ്രസംഗങ്ങൾ നടത്തിയെന്നുമാണ് പരാതിയിൽ പറയുന്നത്. ഈ ഒരു പരാതി വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതിൽ രാഷ്ട്രീയമായ ചില ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഇടത് ചിന്താഗതിയുള്ള അരുന്ധതി റോയിയെ BJP മനഃപൂർവ്വം ഉന്നം വയ്ക്കുന്നതാണ്. ഒരു പരാമർശം പറയുന്നതിന് പോലും ഈ ജനാധിപത്യ രാജ്യത്ത് ആർക്കും അവകാശമില്ലേ? രാജ്യദ്രോഹം, വിവിധ ഗ്രൂപ്പുകൾക്കിടയിൽ ശത്രുത വളർത്തൽ, ദേശീയ ഉദ്ഗ്രഥനത്തിന് ദോഷകരമായ വാദങ്ങൾ ഉന്നയിക്കൽ എന്നിവയാണ് അരുന്ധതി റോയിക്കെതിരായ പരാതിയിൽ ഉൾപ്പെട്ടത്. 1967 നിയമവിരുദ്ധ പ്രവർത്തന നിയമത്തിന്റെ സെക്ഷൻ 13 പ്രകാരം പൊതുജനദ്രോഹ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ഹിന്ദുത്വ തീവ്ര ശക്തികളുടെ രാജ്യദ്രോഹമെന്ന രീതിയിൽ കാര്യങ്ങളെ മാറ്റിത്തിരിച്ച് വിടുന്നതും.